വേൾഡിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത ഒത്തിരി വിദേശ പഴ ഇനങ്ങളോ കായ്ക്കുന്ന ഒരു തോട്ടമാണിത്. ഞാൻ ഈ വെലിയത്ത് ഗാർഡൻസിൽ വന്നപ്പോൾ വളരെയേറെ എക്സോട്ടിക് ആയിട്ടുള്ള വെറൈറ്റീസ് ഫ്രൂട്ട്സ് ട്രീസ് എല്ലാം കാണുന്നുണ്ട്. ആക്ച്വലി കളക്ഷൻസിൽ വരുമ്പോൾ ഏതാണ്ട് 1000-ഓളം വെറൈറ്റികൾ തന്നെ ഉണ്ട്. ആണ് ലാങ്സാറ്റ് എന്ന് പറയും. ഇത് നമ്മുടെ തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ ഭാഗങ്ങളിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു പഴമാണ്. ഇന്ത്യ മുഴുവനും ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ആലുവ പെരുമ്പാവൂർ റൂട്ടിലുള്ള മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. വളരെ കൗതുകകരവും വ്യത്യസ്തവുമായ വിവിധ തരം എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഒരു ലോകമാണ് ഇവിടെ. എക്സോട്ടിക് ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ ഒരു ഫാമും അതിനോട് ചേർന്ന് തന്നെ ഒരു നഴ്സറി കൂടിയാണ്. എക്സോട്ടിക് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റേതായ കാലാവസ്ഥയിൽ, ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ വളരുന്ന വേൾഡിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത ഒത്തിരി വിദേശ പഴ ഇനങ്ങളോ കായ്ക്കുന്ന ഒരു തോട്ടമാണിത്. അതിൻ്റെ തന്നെ തൈകൾ സെയിൽ ചെയ്യുന്ന ഒരു നഴ്സറി കൂടി ഇവിടെയുണ്ട്. ആക്ച്വലി ഞാൻ അബ്രോഡായിരുന്നു, ഒരു 10-15 വർഷത്തിലേറെ അബ്രോഡായിരുന്നു. ആ സമയത്താണ് പല ട്രോപ്പിക്കൽ പ്ലാന്റ്സിൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നൊരു ഹോബി സ്റ്റാർട്ട് ചെയ്തത്. അന്ന് പല കൺട്രികളിൽ നിന്നുമുള്ള സീഡുകളായിട്ട് തന്നെയാണ് കളക്ട് ചെയ്ത് ഇവിടെ വന്ന് മുളപ്പിച്ച് ഇങ്ങനെ ഒരു തോട്ടം സെറ്റപ്പ് ചെയ്തത്. അതിനുശേഷം ഒരു 5-6 വർഷത്തിന് ശേഷം ഇതെല്ലാം കായ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നീട് ഇതൊരു ബിസിനസ് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയത്. ഇതൊരു 15 വർഷത്തോളമായിട്ടുണ്ട്. നഴ്സറി ആയിട്ട് അത്രമായിട്ടില്ല. ഇതെല്ലാം കായ്ക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്, ഏതാണ്ട് ഒരു 6-7 വർഷമായിട്ടുള്ളൂ നഴ്സറി ആയിട്ട്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കളക്ഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. പ്ലാന്റേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇത് ഞങ്ങൾ ഇവിടെ തന്നെയാണ് അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ് അങ്ങനെയുള്ള രീതികളിൽ നിന്ന്, മദർ പ്ലാന്റിൽ നിന്ന് തന്നെയാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രത്യേകിച്ചൊരു കെയറിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിന്. സാധാരണ നമ്മൾ മാവും പ്ലാവും എല്ലാം വളരുന്നത് പോലെ തന്നെ, കാരണം അതേ ക്ലൈമറ്റിൽ വളരുന്ന ഐറ്റംസ് ആയതുകൊണ്ട് ഞങ്ങളധികം ചാണകപ്പൊടിയാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ അങ്ങനെ അധികം വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ഇവിടെ. കളക്ഷൻസിൽ വരുമ്പോൾ ഏതാണ്ട് 1000-ഓളം വെറൈറ്റികൾ തന്നെ ഉണ്ട്. പക്ഷേ അതിൻ്റെ തൈകൾ എല്ലാം എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. പല സമയങ്ങളിലും പല തൈകളായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. എങ്കിലും എപ്പോഴും ഒരു മോർ ദാൻ 200-250-ഓളം തൈകൾ അവൈലബിൾ ആയിരിക്കും. വിൽപ്പന അധികം സോഷ്യൽ മീഡിയകളും അങ്ങനെയുള്ള കേട്ടുള്ള അറിവുകളും അങ്ങനെ വെച്ചിട്ടാണ് ഇന്ത്യ മുഴുവനും ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. നഴ്സറികൾക്ക് ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻഡിവിജ്വലായിട്ട് ആൾക്കാർ വാങ്ങുന്നുണ്ട്, ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട്. പലർക്കും നമ്മൾ കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്നുണ്ട്. പിന്നെ കൊറിയർ സൗകര്യമുണ്ട്. കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ ട്രെയിൻ വഴി അയക്കുന്നുണ്ട്. അങ്ങനെ പല രീതികളിലും ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ആണ് ലാങ്സാറ്റ് എന്ന് പറയും. ഇത് നമ്മുടെ തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ ഭാഗങ്ങളിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു പഴമാണ്. ഇതിൽ തന്നെ ദുക്കു, ലാങ്സാറ്റ്, ലോങ്കോങ് അങ്ങനെയൊക്കെ 2-3 വെർഷനുണ്ട്. 2-4 വെർഷനുണ്ട്. ഇതിൻ്റെ വകഭേദങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അല്ലികളായിട്ടാണ് പഴങ്ങൾ കാണുന്നത്. വെളുത്തുള്ളി അല്ലി പോലെ 3 തൊട്ട് 4 വരെ അല്ലികൾ കാണും. വെളുത്തുള്ളി അല്ലിയുടെ കൂട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കുരുവിൽ കടിക്കാൻ പാടില്ല. ഈ ലാങ്സാറ്റിൻ്റെ കടിച്ചാൽ ചെറിയൊരു കയ്പ്പ് അനുഭവപ്പെടും. അതുകൊണ്ട് അത് ദുക്കുവിലൊന്നും അങ്ങനെ അനുഭവപ്പെടുന്നില്ല. ഈ ലാങ്സാറ്റിൽ മാത്രം അങ്ങനെ. ഇത് മക്കോട്ടദേവ എന്ന് പറയും. ഇതൊരു മെഡിസിനൽ പ്ലാന്റാണ്. നേരിട്ട് കഴിക്കാൻ പറ്റിയ പഴമല്ല. ഇത് ഷുഗറിനൊക്കെ ധാരാളം ആളുകൾ ഇതിൻ്റെ കായ അരിഞ്ഞുണങ്ങിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അത് പഴം വിളഞ്ഞു കഴിയുമ്പോൾ നല്ല
തക്കാളി പോലെ നല്ല ചുവന്ന കളറിലാവും. ഞാൻ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പല നഴ്സറികളിലും പോകാറുണ്ട് എറണാകുളത്ത്. പക്ഷേ ഞാൻ ഈ വെലിയത്ത് ഗാർഡൻസിൽ വന്നപ്പോൾ വളരെയേറെ എക്സോട്ടിക് ആയിട്ടുള്ള വെറൈറ്റീസ് ഫ്രൂട്ട്സ് ട്രീസ് എല്ലാം കാണുന്നുണ്ട്. ആക്ച്വലി സാറിന് എറണാകുളത്തേക്കും കാണാത്ത തരത്തിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വെറൈറ്റീസ് ഇവിടെ കാണുന്നുണ്ട്. അത് ഞാൻ ഏകദേശം ഒരു 30 സാപ്ലിങ്സ് വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിൽ വയ്ക്കാനായിട്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ സന്ദർശിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, എറണാകുളം മേഖലകളിൽ കാണാത്തതായിട്ടുള്ള വളരെയധികം ഫ്രൂട്ട് ട്രീകളും സാപ്ലിങ്സും അതിൻ്റെ മദർ ട്രീസും കാണാൻ പറ്റും നമുക്ക്. ഇത് ഞങ്ങളുടെ പാക്കിംഗ് സെക്ഷനാണ്. ഞങ്ങളിത് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പാക്ക് ചെയ്യുന്നത്. ഇത് ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പാക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വളരെ ഇപ്പോൾ എടുത്തെറിഞ്ഞാലോ ഇങ്ങനെ ഇട്ടാലോ ഒന്നും സംഭവിക്കില്ല. അത്രയ്ക്ക് വളരെ ഹാർഡായിട്ടാണ് ഞങ്ങൾ പാക്ക് ചെയ്യുന്നത്. വളരെ സേഫായിട്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിച്ചേരുന്നുണ്ട്.